ഉദ്യോഗസ്ഥ നിയമനങ്ങളിലെ അഴിമതി തടയാൻ നീക്കവുമായി വിവരാവകാശ കമ്മീഷൻ. അഭിമുഖങ്ങളിലെ മാർക്ക് ഇനം തിരിച്ചു രേഖപ്പെടുത്താൻ ഉത്തരവിട്ട് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ. ഇനം തിരിച്ച് രേഖപ്പെടുത്തിയ മാർക്ക് ലിസ്റ്റിന്റെ പകർപ്പ് വിവരാവകാശ നിയമപ്രകാരം നൽകണം. പൊതുഭരണ സെക്രട്ടറി സർക്കുലർ പുറപ്പെടുവിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ചന്തു ചന്ദ്രശേഖർ നൽകും കൂടുതൽ വിവരങ്ങൾ. തിരുവനന്തപുരത്ത് നിന്ന് ചന്തു, എന്തൊക്കെയാണ് ഇപ്പോൾ വിവരാവകാശ കമ്മീഷന്റെ ഇടപെടൽ? ഓഫീസ് അസിസ്റ്റന്റ് നിയമനവുമായി ബന്ധപ്പെട്ട ഒരു അപ്പീൽ വിവരാവകാശ കമ്മീഷന്റെ മുന്നിൽ എത്തുകയുണ്ടായി. പ്രധാനമായും ഈ അപ്പീലിൽ പറഞ്ഞിരുന്നത് വിവരാവകാശ നിയമപ്രകാരം ഈ സ്ഥാപനത്തെ സമീപിച്ചപ്പോൾ അവർ കൃത്യമായ മറുപടി നൽകിയിട്ടില്ല. ഈ ഇന്റർവ്യൂവിൽ പരാതി ഉടലെടുത്തതിനെ തുടർന്നാണ് വിവരാവകാശ നിയമപ്രകാരം ഇത്തരത്തിൽ ഒരു അപ്പീൽ നൽകിയത്. ഇത് ഇന്റർവ്യൂവിന് ലഭിച്ച മാർക്കുകൾ തരംതിരിച്ച് രേഖപ്പെടുത്തിയ ഒരു ലിസ്റ്റാണ് ആവശ്യപ്പെട്ടത്. പക്ഷേ മാർക്കുകൾ ഇത്തരത്തിൽ തരംതിരിച്ച് രേഖപ്പെടുത്താറില്ല എന്ന ഒരു മറുപടിയാണ് ലഭിച്ചത്. പക്ഷെ അങ്ങനെയല്ല, മാർക്കുകൾ കൃത്യമായി തരംതിരിച്ച് രേഖപ്പെടുത്തണമെന്ന ഒരു നിർദ്ദേശമാണ് പ്രധാനമായും വിവരാവകാശ കമ്മീഷൻ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഉദ്യോഗ നിയമനങ്ങളിൽ അഴിമതി തടയുന്നതിന് ഈ മാർക്കുകൾ തരംതിരിച്ച് രേഖപ്പെടുത്തണമെന്നാണ് പ്രധാനമായും വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിൽ പറയുന്നത്. പ്രധാനമായും ഈ എയ്ഡഡ് സ്ഥാപനങ്ങളും മറ്റുമാണ് ഇത്തരത്തിൽ ഉദ്യോഗ നിയമനങ്ങളിൽ അഴിമതി നടത്തുന്നതെന്നാണ് വിവരാവകാശ കമ്മീഷന്റെ ഒരു കണ്ടെത്തൽ. സമാനമായി തന്നെ MG സർവകലാശാലയ്ക്ക് കീഴിൽ വരുന്ന കോളേജിലും ഇത്തരത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനവുമായി ബന്ധപ്പെട്ട് മാർക്ക് ലിസ്റ്റ് രേഖപ്പെടുത്താത്ത ഒരു സാഹചര്യം വിവരാവകാശ കമ്മീഷന്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അക്കാര്യങ്ങളൊക്കെ കൂടി പരിഗണിച്ചാണ് വിവരാവകാശ കമ്മീഷൻ ഇപ്പോൾ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇത്തരം സ്ഥാപനങ്ങൾ ഇന്റർവ്യൂ നടത്തുമ്പോൾ അത് കൃത്യമായി തന്നെ മാർക്കുകൾ ഇനം തിരിച്ച് രേഖപ്പെടുത്തണം. വിവിധ ഘട്ടങ്ങളിലൂടെയാണ് ഇന്റർവ്യൂ പോകുന്നത്. മാത്രമല്ല, ഒരു ബോർഡ് ഇന്റർവ്യൂ ഉണ്ടാകും. അവർ കൃത്യമായി തന്നെ മാർക്ക് ഇനം തിരിച്ച് രേഖപ്പെടുത്തണമെന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് സർക്കാർ പൊതുഭരണ സെക്രട്ടറി ഒരു ഉത്തരവ്, ഒരു സർക്കുലർ പുറത്തിറക്കണമെന്നും പ്രധാനമായും വിവരാവകാശ കമ്മീഷൻ ഉത്തരവിട്ടിരിക്കുന്നു. ഇപ്പോൾ ഈ വിവരാവകാശ നിയമപ്രകാരം നൽകിയ അപേക്ഷയിൽ ക്രമക്കേട് നടന്നതായി വിവരാവകാശ കമ്മീഷൻ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ഈ സ്ഥാപനത്തോട് നേരിട്ട് 23-ാം തീയതിക്കകം വിശദീകരണം നൽകണമെന്നും ഈ മാസം തന്നെ നേരിട്ട് ഹാജരാകാനും വിവരാവകാശ കമ്മീഷൻ ഇപ്പോൾ ഉത്തരവിട്ടിട്ടുണ്ട്. ബിനിൽ.